വസ്തഗ്ഫിറുഹു ഇന്നഹു കാന ഗഫാറ. സൂറത്തുൽ നസ്റിന്റെ അവസാന ഭാഗം ഓതുകയെ നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം തേടണം നബിയെ. അല്ലാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടുകയും നബിയെ. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കൽപ്പനയാണ്. തേടാന്ന് പറഞ്ഞാൽ അത് ഇവിടെ അറബി ഗ്രാമറിൽ പറയും അത് അമ്രാണ്, കൽപ്പനയാണ്. അപ്പൊ എന്തുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇങ്ങനെയുള്ള ഒരു കൽപ്പന? കാരണം റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ തെറ്റിയാത്താണ്. ഒരു ഹറാമോ ഒരു കറാത്തോ ഒരു കുറ്റമോ ജീവിതത്തിൽ സംഭവിക്കാത്ത അവിടുത്തെ പ്രിയങ്കരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്തുകൊണ്ട് അള്ളാഹു ഇങ്ങനെയുള്ള ഒരു കൽപ്പന നടത്തി? മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഫത്ഹ് മക്കയുടെ ദിവസം, അതാ മക്ക മുസ്ലിമീങ്ങൾക്ക് ഫത്ഹായ ദിവസം, മദീനയിൽ നിന്ന് ഞാൻ പറഞ്ഞു 12,000-ഓളം വരുന്ന സ്വഹാബത്ത് മക്കയിലേക്ക് വരുന്നത് ഹബീബായ തങ്ങളെ ഒരു രാജാവിനെ പോലെ, ഒരു രാജകുമാരനെ പോലെ അഭിനന്ദിച്ചിട്ടാണ് മഹാന്മാരായ സ്വഹാബത്ത് മക്കയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ മക്കാരനാണെങ്കിൽ അന്ന് റസൂലുള്ളാഹി തങ്ങൾ ഒരു രാജാവാണ്, മക്കയുടെ ഒരു രാജാവിന്റെ സ്ഥാനത്തിലാണ്. രാജാവ് എന്ന് പറഞ്ഞാൽ അണികളെ എന്തും ചെയ്യാം, രാജാവിന് ഇവിടുത്തെ അനുയായികൾ എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷേ മക്കാരാണെങ്കിലോ, മക്കാരെന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഹബീബായ തങ്ങളെയും സ്വഹാബത്തിനെയും വളരെ പീഡിപ്പിച്ച ആളുകളാണ്, വളരെ കഷ്ടപ്പെടുത്തിയ ആളുകൾ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ 3 കൊല്ലക്കാലം സ്വഹാബത്തിന് വെള്ളം കൊടുക്കാതെ, ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാതെ, നാട്ടിൽ പോലും താമസിക്കാൻ വിടാതെ അവരെ കൊന്നിലേക്ക് ആട്ടിപിടിച്ചവരായിരുന്നു മക്കാർ. ശൈബ് അബൂ ത്വാലിബ് എന്ന് പറയും. ശൈബ് അബൂ ത്വാലിബ് എന്നൊരു കൊന്നുണ്ട്, അത് ഇന്നും മക്കയിലുണ്ട്. ആ കൊന്നിൽ 3 കൊല്ലാണ് മഹാന്മാർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുന്ന് വിശ്വസിച്ച സ്വഹാബത്തിനെയും മക്കാർ കൊന്നിലേക്ക് അയച്ചു. അവിടെ ഭക്ഷണം കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല, ആളുകളുമായി കലരാനുള്ള അവസരം കൊടുത്തില്ല. എത്രത്തോളം പറഞ്ഞാൽ പറഞ്ഞിരുന്നു. അപ്പോ ആ കൊന്നിൽ വെച്ച് ഹബീബായ തങ്ങളും സ്വഹാബത്തും കഴിച്ച ഭക്ഷണം അവിടുത്തെ പച്ച ഇലകളായിരുന്നു. അത് കഴിച്ചിട്ടാണ് മഹതിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ നാവിൽ പുണ്ണുണ്ടായി, എന്നിട്ട് പണി ബാധിച്ചു, എന്നിട്ട് അവിടെ വെച്ചിട്ടാണ് മഹതിയായ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായത്. ഇത്രത്തോളം കഷ്ടപ്പാടുകൾ കൊടുത്ത മക്കക്കാരെ മുന്നിൽ കിട്ടാണ് ഹബീബായ തങ്ങൾക്ക്. എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ തയ്യാറാണ് ഹബീബായ തങ്ങൾ. അത്രത്തോളം അവർ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹുവിന്റെ കൽപ്പന, വസ്തഗ്ഫിറുഹു, ഓ നബിയെ, മക്കക്കാരെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട നബി. ആ മക്കക്കാർക്ക് വേണ്ടി നിങ്ങൾ മാപ്പ് ചോദിക്കണേ നബിയെന്ന്. അവർക്ക് വേണ്ടി നിങ്ങൾ എന്നോട് ഇസ്തിഗ്ഫാർ തേടുകയും നബിയെ. ഇന്നഹു കാന ഗഫാറ. അല്ലാഹ് ആരാണ്? അല്ലാഹ് പൊറുത്തു കൊടുക്കുന്നവരാണ്. അപ്പൊ അവരൊന്നും ചെയ്യണ്ട. അവർ ചെയ്ത തെറ്റുകളല്ലേ, അവർ കൊന്നവരാണ്, ആക്രമിച്ചവരാണ്, നാടുകടത്തിയവരാണ്, അതൊക്കെ തെറ്റാണ്. ആ തെറ്റ് മുഴുവൻ പൊറുത്തു കൊടുക്കാൻ തയ്യാറായവനാണ് അല്ലാഹ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടുകയും എന്നല്ലാതെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി തെറ്റ് ചെയ്തതിന്റെ പേരിലോ കുറ്റം ചെയ്തതിന്റെ പേരിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അക്രമം ചെയ്ത ഒരാളാണ്, അതുകൊണ്ട് നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടുകയും എന്നല്ല അതിന്റെ അർത്ഥം എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയാം. റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, വിനയോ ആളുകൾക്ക് വേണ്ടി. റസൂലുള്ളാഹിയല്ലേ റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും റഊഫ്. അല്ലേ, അല്ലാഹു ആരാണ്? റസൂൽ ആരാണ്? റഊഫാണ്, റഹീമാണ്. ആളുകളോട് കരുണ ചെയ്യുന്ന പ്രവാചകനാണ്, ആളുകളോട് കൃപ ചെയ്യുന്ന പ്രവാചകനാണ്. അതുകൊണ്ട് നബിയെ, ആ പാവങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുകയും. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞ ഒരു വ്യാഖ്യാനമാണ്. ഇന്നൊരു വ്യാഖ്യാനം, ഓ നബിയെ, നിങ്ങൾ നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടുമെന്ന് പറഞ്ഞാൽ ഉമ്മത്തിക, നിങ്ങളുടെ ഉമ്മത്തിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുകയും. നമുക്ക് വേണ്ടി ഇന്ന് റസൂലുള്ളാഹി ഞങ്ങൾ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടാണ്. ഹബീബായ ഞങ്ങൾ അവിടുത്തെ ജീവിതത്തിന്റെ അവസാന കാലത്ത് പറഞ്ഞു, ഹയാതീ ഖൈറുൽ ലക്കും വമമാതീ ഖൈറുൽ ലക്കും. എന്റെ ഹയാത്തും എന്റെ മമാത്തും എല്ലാം നിങ്ങൾക്ക് ഖൈറാണ് സ്വഹാബ. ഞാൻ മരിച്ചാലും നിങ്ങൾക്ക് ഖൈറുണ്ട്, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഖൈറുണ്ട്. എന്നിട്ട് ഹബീബായ ഞങ്ങൾ പറഞ്ഞു, തൂറദു അലയ്യ അഅമാലുക്കും, നിങ്ങൾ ചെയ്യുന്ന അമലുകൾ അത് എന്നിലേക്ക് അല്ലാഹു ഇങ്ങനെ വെളിവാക്കി തരുന്നതാണ്. അപ്പൊ ഇന്നും ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ ഹബീബായ ഞങ്ങൾക്ക് അല്ലാഹു ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ഇപ്പൊ ചെയ്യുന്ന അമല്, നമ്മുടെ പള്ളിയിൽ നാം ഇരുന്ന ഈ യുദ്ധം, നമ്മുടെ നിസ്കാരം, നമ്മുടെ അമലുകൾ, അതൊക്കെയും ഹബീബായ ഞങ്ങൾ പറഞ്ഞു, തൂറദു അലയ്യ അഅമാലുക്കും, നിങ്ങൾ എന്ത് അമൽ ചെയ്താലും ആ അമല് എന്നിലേക്ക് അല്ലാഹു തആല വെളിവാക്കപ്പെടുകയാണ്.
എന്നിട്ട് അഭിമാനങ്ങൾ പറഞ്ഞു, നിങ്ങൾ വല്ല നന്മയും ചെയ്താൽ, നിങ്ങൾ വല്ല നല്ല ഹൈറായ കാര്യങ്ങൾ ചെയ്താൽ ആ ഹൈറായ കാര്യം അന്ന് എനിക്ക് കാണിച്ചു തരും. കണ്ടാലോ സന്തോഷത്തോടെ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും. നിങ്ങളുടെ നിസ്കാരം കണ്ടിട്ട് ഞാൻ അൽഹംദുലില്ലാഹ് ചൊല്ലും, നിങ്ങളുടെ ദിക്ർ കണ്ടിട്ട് ഞാൻ അൽഹംദുലില്ലാഹ് ചൊല്ലും. എന്നിട്ട് അഭിമാനങ്ങൾ പറഞ്ഞു, ഹൈറല്ലാത്ത വല്ലതും നിങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടാലോ, തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ, കള്ളു കുടിക്കുന്നത് കണ്ടാൽ, വ്യഭിചരിക്കുന്നത് കണ്ടാൽ, എന്തെങ്കിലും പോരായ്മകൾ എന്റെ ഉമ്മത്തീങ്ങളാകുന്ന നിങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടാൽ, അഭിമാനങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിനോട് ഞാൻ പൊറുക്കലിനെ തേടും കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ഞാൻ മാപ്പ് തേടും. ഇന്നും നബിയായ റസൂലുള്ളാഹ് തങ്ങൾ നമ്മുടെ തെറ്റ് കാണുമ്പോ, നമ്മുടെ കുറ്റം കാണുമ്പോ, നമ്മുടെ പോരായ്മകൾ കാണുമ്പോ നമുക്ക് വേണ്ടി അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുകയാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. അതാണ് ഖുർആൻ പറഞ്ഞത്, വസ്തഗ്ഫിറുഹു, ഓ നബിയേ നിങ്ങളുടെ ഉമ്മത്തിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടുകയും നബിയേ. ഇബ്നു തൈമിയ്യയുടെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ് ഇബ്നുൽ ഖയ്യിം. അദ്ദേഹം ചരിത്രമെഴുതുന്ന വലിയ പണ്ഡിതനാണ് ഇബ്നു ഖയ്യിം. അദ്ദേഹത്തിന്റെ ഒരു കിതാബുണ്ട്, കിതാബുർ റൂഹ് എന്ന് പറഞ്ഞു. ആ കിതാബുർ റൂഹിൽ ഇബ്നു ഖയ്യിം പറയുന്നത് കാണാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നും ഖബറിൽ ഹയ്യാണ്. അവരിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നും ഹയാത്തുള്ള ആളാണ്. ഹയാത്തുള്ള ഹബീബായ തങ്ങൾ നമുക്ക് വേണ്ടി നമ്മുടെ അമല് കണ്ട്, നമ്മുടെ പ്രവർത്തനം കണ്ട്, നല്ലത് കാണുമ്പോൾ സന്തോഷിക്കുന്നു, അല്ലാഹുവിനെ സ്തുതിക്കുന്നു. തെറ്റുകൾ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് വേണ്ടി ഹബീബ് പൊറുക്കലിനെ തേടുകയാണ്. അപ്പൊ ഇത് പറഞ്ഞത് നബിതങ്ങൾ കുറ്റം ചെയ്യാത്ത നബിതങ്ങൾ സ്വന്തമായി ഇസ്തിഗ്ഫാർ ചെയ്യണമെന്നല്ല. മഹാന്മാരായ ഖുർആനിന്റെ അർത്ഥം പറഞ്ഞ മുഫസ്സിരീങ്ങൾ പറയാണ്, ഒരു വ്യാഖ്യാനം മക്കക്കാരായ നബിതങ്ങൾ ആക്രമിച്ച ബേജാറാക്കിയ ആ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടുകയും, മറ്റൊരു വ്യാഖ്യാനം നിങ്ങളുടെ ഉമ്മത്തീങ്ങൾക്ക് വേണ്ടി, സമുദായത്തിന് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടുകയും എന്നതാണ് അതിന്റെ അർത്ഥം. ഏതായാലും സൂറത്തുൽ നസ്ർ വലിയ പ്രാധാന്യമുള്ള ഒരുപാട് ആശയങ്ങളും ഒരുപാട് പഠനങ്ങളും നമുക്ക് തരുന്ന വലിയൊരു സൂറത്താണ്. അല്ലാഹു ആ സൂറത്തുൽ നസ്റിന്റെ ബറക്കത്തുകൊണ്ട് നമുക്കും അല്ലാഹു തആല അവന്റെ പ്രത്യേകമായ സഹായവും വിജയവും എല്ലാം അല്ലാഹു തുറന്നു തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളും കുറ്റങ്ങളും അല്ലാഹു നീ പൊറുത്തു തരണേ. അല്ലാഹു ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് മരിച്ചുപോയി പഠിച്ചോനെ. ഈ സൂറത്തുൽ നസ്ർ ഞങ്ങൾ ഇവിടെ തുടങ്ങുമ്പോൾ നമ്മുടെ നാട്ടിൽ ഹയാത്തുണ്ടായിരുന്ന പലരും അല്ലാഹു ഇന്ന് ഖബറിൽ എത്തിപ്പെട്ടു പോയി. ഇത്തരം ആളുകൾ ഓരോ ദിവസങ്ങളും ചെറിയവരും വലിയവരും യുവാക്കളും യുവതികളുമായ പലരുടെയും മരണ വാർത്തകളാണ് ഞങ്ങൾ കേൾക്കുന്നത്. ഇന്ന് നമ്മുടെ നാടിന്റെ തൊട്ടടുത്ത് ഇന്ന് കഴിഞ്ഞ രാത്രി കിടന്നോടിയ ഇറങ്ങിയ കൂട്ടുകാരൻ ചെറിയ പ്രായമാണ്, സുബയാകുമ്പോൾ എനിക്കൊന്നില്ല, മരിച്ചുപോയി. സുബ്ഹാനല്ലാഹ്, എന്തൊരു മരണം, എന്തെല്ലാം മരണങ്ങൾ. യാ അല്ലാഹ് നീ പൊറുത്തു കൊടുക്കണേ റഹ്മാനെ, മഗ്ഫിറത്ത് നൽകല്ലോ, മർഹമത്ത് നൽകല്ലോ. വീടിന് ഇവിടെ പറഞ്ഞു പോയി നമ്മുടെ അനുസരിച്ച് അതുപോലെ സയ്യിദാന്റെ പേരുള്ള സഹോദരി, അല്ലാഹ് അവർക്കൊക്കെയും നീ പൊറുത്തു കൊടുക്കണേ റബ്ബേ. അവരുടെ ബർസഖിയായ ലോകം നീ റാഹത്തുള്ള ലോകമാക്കണേ അല്ലാഹ്. നമ്മുടെ ഉമ്മമാരിൽ നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരിൽ നമ്മുടെ കുടുംബക്കാരിൽ നമുക്ക് അറിവിന്റെ പതിരം ഉയർന്നു തന്ന നമ്മുടെ ഉസ്താദന്മാരിൽ, നമ്മുടെ പള്ളിയിൽ വാക്ക് വിളിച്ച ഉസ്താദന്മാർ, ഇമാമത്ത് ചെയ്യുന്ന ഉസ്താദന്മാർ, നമ്മുടെ മദ്രസയിൽ ഒരുപാട് കാലം 6 പതിറ്റാണ്ട് കാലം പഴക്കമുള്ള നമ്മുടെ മദ്രസയിൽ പഠിപ്പിച്ച ഒരുപാട് ഗുരുവര്യന്മാർ റബ്ബേ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയുണ്ടല്ലോ. ഈ പള്ളിക്ക് വേണ്ടി പ്രവർത്തിച്ച കമ്മിറ്റി ഭാരവാഹികളിൽ എത്രയോ ആളുകൾ നല്ലവർ റബ്ബേ ഒരുപാട് ആത്മാർത്ഥതയോട് ഈ പള്ളിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരിൽ പലരും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. പഠിച്ചവനെ അവർക്കെല്ലാം നീ പൊറുക്കണേ അല്ലാഹ്, മാപ്പ് നൽകണേ അല്ലാഹ്. അവർ ചെയ്ത ആ പ്രവർത്തനങ്ങൾ നീ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. പഠിച്ചവനെ നീ മഗ്ഫിറത്ത് തന്നില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? പഠിച്ചവനെ ജീവിതത്തിൽ നന്മ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി കൂടുതൽ 24 മണിക്കൂറിന്റെ പല മണിക്കൂറുകൾ ഹറാമുകളിൽ നീ പൊരുത്തപ്പെടാത്ത പ്രവർത്തനങ്ങളിലുമായി ചെലവഴിച്ച ഞങ്ങൾക്ക് നീ പൊരുത്തില്ലെങ്കിൽ പഠിച്ചവനെ ഞങ്ങൾ തോറ്റുപോകും. അല്ലാഹ് റബ്ബനാ വലനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പൊരുത്തു തന്നില്ലെങ്കിൽ, വതർഹംനാ നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ പൊതിഞ്ഞില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ ഞങ്ങൾ പരാജയപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകുമല്ലോ. റബ്ബേ അങ്ങനെ നീ ചെയ്യാതെ നിന്റെ റഹ്മത്തും നിന്റെ മഗ്ഫിറത്തും ഞങ്ങൾക്കും നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്കും, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ വീട്ടുകാർ, നാട്ടുകാർ, അയൽവാസികൾ, സ്നേഹിതന്മാർ, ഭക്ഷണം തന്നവർ, വെള്ളം തന്നവർ, വസ്ത്രം തന്നവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, ഈ പള്ളിയിലേക്ക് ജമാഅത്തിലേക്ക് ഓടി വരുന്നവർ, അല്ലാഹ് ഈ പള്ളിയെ സ്നേഹിക്കുന്നവർ, ഈ പള്ളിക്ക് വേണ്ടി സഹായം ചോദിക്കുമ്പോൾ ധാരാളമായി സഹായിച്ച ആളുകൾ, ഈ
ഈ പള്ളിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർ, ഓടി നടക്കുന്നവർ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകുന്നു, ഒരുക്കണേ റബ്ബേ. അല്ലാഹ് എപ്പോഴാണ് നമ്മുടെ മരണം നമുക്കറിയില്ല പടച്ചോനെ. എപ്പോ മരണം വരുന്നുണ്ടെങ്കിലും സന്തോഷത്തോടെ ആ മരണം സ്വീകരിക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, നീ നൽകണേ റബ്ബേ. ആ രൂപത്തിൽ തെറ്റില്ലാത്ത, കുറ്റങ്ങളില്ലാത്ത ശുദ്ധമായ കൽബുകളായി നമ്മുടെ കൽബുകളെ നീ മാറ്റിയെടുക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. ഉറക്കു വേണ്ടി പോയ ആളുകളുണ്ടായി ചിലപ്പോൾ അവർ തിരിച്ചു നാട്ടിലേക്കുള്ള യാത്ര പുറപ്പെടുകയാണ്. അള്ളാഹു അവരുടെ യാത്രയിൽ ഒക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഖൈർ നൽകണേ അല്ലാഹ്, അപകടങ്ങളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാഹ്, ശരീരങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. ആമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ